ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്ക് മാത്ത് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓൺ പേജ് എസ് അല്ലെങ്കിൽ ഓരോ പേജിൻ്റെ ഓൺ പേജ് നമുക്ക് ചെയ്യാം. അതിനകത്ത് ഹോം പേജ് ആയിരുന്നു നമ്മൾ ബിൽഡ് ചെയ്തിരുന്നത്. സോ നമുക്ക് ആ ഒരു പേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഡാഷ്ബോർഡിൽ വരിക, പേജസിൽ ക്ലിക്ക് ചെയ്യാം. പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഹോം പേജ് നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതുപോലെ തന്നെ ബാക്കിയുള്ള പേജസ് ഇവിടെ കാണിച്ചു തരും. സോ ഹോം പേജാണ് നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട്, അതായത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നുണ്ട്. ഹോം പേജ് തന്നെ ചൂസ് ചെയ്യുന്നു. അതിന് എഡിറ്റ്, ക്വിക്ക് എഡിറ്റ്, പിന്നെ വ്യൂ, അങ്ങനെയുള്ള എഡിറ്റ് വിത്ത് എലമെൻറ്റർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. സോ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കീവേഡ്സ്, സ്കീമ, ലിങ്ക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ഇതെല്ലാം അതായത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട്, അതായത് SEO ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വരുന്ന റിസൾട്ട് നമുക്കിവിടെ കാണിച്ചു തരും. സോ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ ആദ്യം എഡിറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂ ടാബിൽ അത് ഓപ്പൺ ചെയ്യാം. സോ ഞാനത് ഹോം പേജ് ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആ ഒരു റാങ്ക് മാത്തിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ഇതിന് എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പേജിലേക്ക് ചെല്ലും. ഏതാണ് എലമെൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് ചെല്ലും. റൈറ്റ് സൈഡിൽ നമുക്ക് ടോപ്പിൽ നമുക്കിവിടെ റാങ്ക് മാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 7 എന്ന് പറഞ്ഞൊരു സ്കോർ 107, അതായത് 7 സ്കോറുണ്ട്, 100ൽ നിന്നും 7 ഉണ്ട്. അതുപോലെ തന്നെ കണ്ടൻറ്റ് AI എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ റാങ്ക് മാത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. റാങ്ക് മാത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അത് സ്കോർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജനറൽ, അതുപോലെ തൊട്ടപ്പുറം അഡ്വാൻസ്ഡ്, അതുപോലെ തന്നെ തൊട്ടപ്പുറമായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, സ്കീമ എന്നാണ് എൻ്റെ പേര്. അതുപോലെ സോഷ്യൽ എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻസ്. സോ 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം ജനറൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ റെഡിൽ കുറേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതായത് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫോക്കസ് കീവേഡിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജനറൽ ക്ലിക്ക് ചെയ്യുന്ന തൊട്ട് താഴെ പ്രിവ്യൂലുണ്ട്. അതായത് നമുക്ക് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ വരുന്ന റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വരുന്ന റിസൾട്ടുകളുണ്ടല്ലോ, അതിനാൽ ഇത് നമ്മൾ SERP പേജ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ് പറയുന്നത്. SERP എന്ന് പറയും. സോ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ വരുന്ന ഈ ഒരു റിസൾട്ടുകൾ, ഇതിന് നമ്മൾ എന്താണ് പ്രിവ്യൂ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പ്രിവ്യൂ ആണ്, ഇങ്ങനെ വരുന്ന ആ ഒരു പ്രിവ്യൂ ആണ് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് സ്നിപ്പറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിവ്യൂ ആണ് കാണിച്ചു തരുന്നത്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഫോക്കസ് കീവേഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഫോക്കസ് കീവേഡ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ നമ്മൾ കുറച്ച് കീവേഡ്സ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കീവേഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടൈൽ കീവേഡ്സ് ഉണ്ട്, ലോങ് ടൈൽ കീവേഡ്സ് ഉണ്ട്, അതല്ലാതെ നമുക്കൊരു മിഡായിട്ട് വരുന്ന കീവേഡ്സും ഉണ്ട്. അപ്പോൾ ഇതൊരു ലോങ് ടൈൽ കീവേഡ്സ് ആണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ലൊക്കേഷൻ കേരള എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കീവേഡാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതെന്ത് ചെയ്യുന്നു, ഇത് ഞാൻ കംപ്ലീറ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കീവേഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, പക്ഷേ അതൊരു ലോങ് ടൈൽ കീവേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കീവേഡ്സ് എടുക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ ഒരു സൂട്ടബിൾ ആകുന്ന രീതി, അതായത് ഞാനിവിടെ ഒരു ഞാനിവിടുന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ, ഞാൻ ലൊക്കേഷൻ കളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നത്, ഞാനിതിൽ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്താണ് ഇവിടെ നമുക്ക് സ്നിപ്പറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനാണ്. അതായത് ഈ ഒരു മെയിൻ ഫോക്കസ് കീവേഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കീവേഡ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷന്, സ്ലഗ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. സോ അതങ്ങനെ ചെയ്യുന്ന നോക്കാം. അതിനടിച്ച് സ്നിപ്പറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ടൈറ്റിൽ, പെർമാ ലിങ്ക്, അതായത് URL നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് URL ഒരു സ്ലാഷ് വെച്ചായിരിക്കും ഇവിടെ വരുന്നത്. അതായത് അതൊരു ഹോം പേജിന് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റ് നെയിം ഒരു സ്ലാഷ്, അതായിരിക്കും നമുക്ക്
അതിൻ്റെ പെർമ ലിങ്ക് അല്ലെങ്കിൽ URL എന്ന് പറയുന്നത്. സോ അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജനറൽ എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ വരുന്നതും, സോഷ്യൽ എന്ന് പറയുന്നതും ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയകൾ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താണ് മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റും ആ ഒരു ലിങ്കിൻ്റെ കൂടെ ഷോ ചെയ്ത് കാണിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ സോഷ്യലിലും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്യണം. സോ ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിനെ കാണാം, അതുപോലെ തന്നെ മൊബൈലിലും കാണാൻ പറ്റും. സോ ഇതായിരിക്കും മൊബൈലിൽ വരുന്നത്. ഡെസ്ക്ടോപ്പിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിവ്യൂ ആയിരിക്കും വരുന്നത്. സോ മൊബൈൽ എടുക്കുന്നു, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പ്രത്യേകം ചെയ്യണം 60 characters ആണ് മാക്സിമം പറ്റുന്നത്. ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഒരു മെറ്റാ ടൈറ്റിൽ അതിന് മാക്സിമം 60 keywords ആണ് പറഞ്ഞത്. അതായത് 55 to 65 വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എങ്കിലും ആ ഒരു സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ വരുമ്പോഴത്തേനും ഒരു യൂസർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം 60 കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ മാക്സിമം ഇത് ക്ലിക്ക് വരുന്ന രീതിയിലും SEO ഫ്രണ്ട്ലി ആവുന്ന രീതിയിലുമാണ് നമ്മൾ എന്ത് ചെയ്യണം, മെറ്റാ ടൈറ്റിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇനി പെർമാലിങ്കിൽ ചേഞ്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇനി ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഉള്ളൂ ആ ഒരു സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് അതൊന്നും കൂടി ആ ഒരു കീവേഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. സോ അതങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. We provide online digital marketing course in മലയാളം. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും അപ്കമിങ് ആയിട്ട് ഇംഗ്ലീഷിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, അതിനുശേഷം നമുക്ക് we provide online digital marketing courses in English and മലയാളം ആൻഡ് ഇംഗ്ലീഷ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ബ്രാൻഡിനെ പറ്റി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്കതും കൊടുക്കാം. അങ്ങനെ 100% practical and theory session. ഇപ്പോഴും നമുക്ക് സ്കോർ 55 ആണ്. അതായത് മാക്സിമം നമ്മളിത് ആ ഒരു ഇതിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് മാക്സിമം കീവേഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു ഇത് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ആക്കി എടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കീവേഡിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിജി എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലസ് കേരള എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അതായത് ക്ലിക്ക് ഈ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ക്ലിക്ക് കിട്ടണം. അതുപോലെ തന്നെ SEO ഫ്രണ്ട്ലിയും ആയിരിക്കണം. സോ രണ്ടെണ്ണമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. SEO ഫ്രണ്ട്ലി ആകണം, അത് ക്ലിക്കിലേക്ക് വരണം. സോ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതെന്താണത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഞാനിതാ മെറ്റാ ടൈറ്റിലെന്ന് കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, 2 കോളത്തിൽ ഞാൻ 2 നെയിം കൊടുത്തതിന് ശേഷം അത് ബോൾഡാക്കുന്നു. ഇവിടെ ഞാനത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഞാൻ ആ ഡിസ്ക്രിപ്ഷനും ആ ഒരു കോളത്തിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും സോഷ്യൽ എന്ന് പറയുന്നുണ്ട്. ആ സോഷ്യലിലേക്ക് നമുക്ക് എന്താണ് ഈ ഒരു സെയിം തന്നെ ഇങ്ങോട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി അപ്ലോഡ് ഇമേജ് ചെയ്ത് കൊടുക്കും. അതായത് ഇമേജ് ഉണ്ട്, അതായത് ആരെങ്കിലുമൊക്കെ കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഇത് OGP അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ലിങ്ക് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ആ കൂടെ തന്നെ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ OGP അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ ഒക്കെ ഷോ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ആ ഒരു ഇതിവിടെ കൊടുക്കണം. സോ ഞാനിവിടെ ആഡ് ഇമേജ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്താണ് ആ ഒരു ലോഗോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ഇവിടെ കണ്ടോണം, ഇവിടെ നമ്മൾ എന്താണ് ഓൾട്ട് ടെസ്റ്റിനാണ് പ്രത്യേകം ഇതെല്ലാം നമുക്ക് എന്താണ് ആഡ് ചെയ്യണം. ഓൺലൈൻ ഓക്കെ, ഞാൻ ആ സെയിം തന്നെ ഇവിടെ എല്ലാം കൊടുക്കുന്നു. അതിനുശേഷം അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാനെന്താണ് അവിടെ ഒരു ഇത് കൊടുത്തു. ഇനി ഉണ്ടോ, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ജനറൽ ചെല്ലുന്നു, വീണ്ടും ആ ഒരു മെറ്റാ ടൈറ്റിൽ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം സോഷ്യൽ അവിടെ ഉണ്ട്, പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്ത് അത് സോഷ്യലിലേക്കും കൊണ്ടിടുന്നു. സെയിം തന്നെ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിന് ട്വിറ്റർ ഉണ്ട്, ട്വിറ്റർ കാർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യൂസ് ഡേറ്റ ഫ്രം ഫേസ്ബുക്ക് ടാബ് അത് നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. സോ അത് അവിടെ നിന്ന് പിക്ക് ചെയ്തിടും. സോ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റാ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ചെയ്തതാണിത്. കീവേഡുകൾ സെർച്ച്, പ്രൈമറി കീവേഡ്സും സെക്കൻഡറി കീവേഡ്സും നമുക്ക് ഇടുന്നത്, അതിൽ നിന്നും മെറ്റാ ടൈറ്റിലും അതിൽ നിന്നും മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ ഫൈൻഡ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ആയിട്ടുണ്ട്, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എഡിറ്റ് സ്നിപ്പെറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഫോക്കസ് കീവേഡ് എന്ത് SEO ടൈറ്റിൽ ടിക്ക് ഗ്രീൻ ടിക്ക് അയക്കുന്നുണ്ട്. ഫോക്കസ് കീവേഡ് യൂസ്ഡ് SEO മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ടിക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഫോക്കസ് കീവേഡ് ഡസ് നോട്ട് അപ്പിയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ കോണ്ടന്റിൻ്റെ ആദ്യം എന്താണ് ആ ഒരു ഫോക്കസ് കീവേഡ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് കീവേഡ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി കോണ്ടന്റ്. ഫോക്കസ് കീവേഡ് എന്താ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലില്ല. അതായത് നമ്മൾ ഹോം പേജ് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിൽ കീവേഡുകളില്ല. അതായത് കീവേഡ് ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാക്സിമം കീവേഡ് സ്റ്റഫിംഗ് അല്ല, അതായത് ഒരുപാട് കീവേഡുകൾ നമ്മൾ അടിച്ച് കയറ്റുകയല്ല ചെയ്യുന്നത്. മാക്സിമം വേണ്ട കീവേഡ്സ് ഡെൻസിറ്റി കീപ്പ് ചെയ്ത് ഒരു 0.5 ഒക്കെ 2.5 അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കീവേഡ് ഡെൻസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് കീവേഡ്സ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഇതും നമുക്ക് എന്താണ് ഇതും നമുക്ക് എന്താണ് ഗ്രീൻ ആകും. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് എന്താണ് ഗ്രീൻ ആകും. പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് ഈസ് 78 വേർഡ്സ് ലോങ് ഗുഡ് ജോബ് എന്നാണ് പറഞ്ഞത്. സോ ഇതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതായത് ഫോക്കസ് കീവേഡ് നോട്ട് ഫൗണ്ട് ഇൻ എ സബ് ഹെഡിങ് ലൈക്ക് H2, H3, H4
H2 അതായത് ഹെഡിങ് 2-ൽ ഹെഡിങ് 3-ൽ ഹെഡിങ് 4-ലൊന്നും അതായത് ഈ ഒരു ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെഡിങ്ങുകളുണ്ട്. ഇതൊരു ഹെഡിങ് ആയിരുന്നു, ഇതൊരു ഹെഡിങ് ആയിരുന്നു, ഇതൊക്കെ ഒരു ഹെഡിങ് ആയിരുന്നു. പക്ഷേ ഇതിനകത്തൊന്നും എന്താ ഫോക്കസ് കീവേഡുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഫോക്കസ് കീവേഡ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ ആരെങ്കിലും സെർച്ച് ചെയ്താൽ അതിനനുസരിച്ച് റിസൾട്ടുകൾ വരത്തുള്ളൂ. കീവേഡ് ഡെൻസിറ്റി എന്താണ്, തീരെ ലോ ആണ്, അപ്പോൾ അത് കീപ്പ് ചെയ്യണം. ആഡ് ഇൻറ്റേർണൽ ലിങ്ക്സ് ഇൻ യുവർ അക്കൗണ്ട്, അതായത് ഇൻറ്റേർണൽ ലിങ്ക്സ് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല സ്ട്രക്ചർ ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ അതെല്ലാം കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ റാങ്കിങ്ങിലേക്ക് വരത്തുള്ളൂ. പിന്നെ അതുപോലെ റീഡബിലിറ്റി കുഴപ്പമില്ല, എല്ലാം ടിക്കായിട്ട് ഉണ്ട്. SEO ടൈറ്റിൽ കുഴപ്പമില്ല. ഓക്കെ, കണ്ടൻറ് റീഡബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ചെറിയൊരു പ്രശ്നം ഒന്നുമായിട്ട് തോന്നില്ല, എങ്കിലും അതെല്ലാം ടിക്കായിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്കിനി എന്താണ്, എല്ലാം നമുക്ക് ഫിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്കിനി ആഡ് ചെയ്തെന്ന് നോക്കാം.